6 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ള തോട്ടം തൊഴിലാളി കുടുംബം യാതൊരുവിധ വൈദ്യുതി ബന്ധവുമില്ലാതെ ഇരുട്ടിൽ കഴിയാൻ തുടങ്ങിയിട്ട് 9 മാസം പിന്നിടുന്നു. ഇടുക്കി റാണിക്കോവിൽ എസ്റ്റേറ്റിലെ ലയത്തിലാണ് KCBയുടെയും എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെയും അനാസ്ഥ മൂലം ഈ കുടുംബം ദുരിതമനുഭവിക്കുന്നത്. തോട്ടമുടമ കൃത്യസമയത്ത് അപേക്ഷ നൽകാത്തതാണ് വൈദ്യുതി കണക്ഷൻ പുനഃസ്ഥാപിക്കുന്നതിന് തടസ്സമായിരിക്കുന്നത്. എസ്റ്റേറ്റിലെ സ്ഥിരം തൊഴിലാളികളായ ബാലകൃഷ്ണനും പളനി അമ്മാളും താമസിച്ചിരുന്ന ലയം കഴിഞ്ഞ നവംബറിലുണ്ടായ തീപിടുത്തത്തിൽ പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. തുടർന്ന് ഇവരെ താൽക്കാലികമായി മറ്റൊരു മുറിയിലേക്ക് മാറ്റിയെങ്കിലും മഴക്കാലത്ത് തകർന്നു വീഴാൻ സാധ്യതയുള്ളതിനാൽ പിന്നീട് വേറൊരു ഭാഗത്തേക്ക് മാറ്റുകയായിരുന്നു. നാളുകളായി അടഞ്ഞുകിടന്നിരുന്ന ഈ മുറി സ്വന്തം കയ്യിൽ നിന്ന് 10,000 രൂപ ചെലവഴിച്ചാണ് ഇവർ വാസയോഗ്യമാക്കിയത്. എന്നാൽ മുമ്പ് ഈ ലയത്തിലുണ്ടായിരുന്ന വൈദ്യുതി ബിൽ കുടിശ്ശിക കാരണം KCB കണക്ഷൻ വിച്ഛേദിക്കുകയായിരുന്നു. കണക്ഷൻ പുനഃസ്ഥാപിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് മാനേജ്മെന്റിനെയും വൈദ്യുതി വകുപ്പിനെയും കുടുംബം പലതവണ സമീപിച്ചെങ്കിലും അധികൃതർ കനിഞ്ഞില്ല. ഇതോടെ പിഞ്ചുകുഞ്ഞുമായി മെഴുകുതിരി വെളിച്ചത്തിൽ ദിവസങ്ങൾ തള്ളി നീക്കേണ്ട അവസ്ഥയിലാണ് ഈ കുടുംബം. 23-ാം തീയതിയാണ് ഞങ്ങളുടെ വീട് പൂർണ്ണമായിട്ട് കത്തി നശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീടല്ല, അടുത്ത വീട്ടിലെ അത് നമ്മുടെ വീടിനെ ഭാഗികമായിട്ട് തന്നെ ബാധിച്ച സമയത്ത് നമുക്ക് കമ്പനിയോട് വീട് ചോദിച്ചപ്പോൾ അപ്പൊ ആരും വന്നില്ല. അപ്പൊ ഞങ്ങളുടെ അടുത്ത വീട്ടിലെ ഒരു ചേച്ചി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ആളില്ല, നിങ്ങൾ അവിടെ പോയി താമസിച്ചോന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാധനങ്ങളൊക്കെ വാരി അപ്പുറത്തെ വീട്ടില് ഞങ്ങൾ ഇടുന്നത്. ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കമ്പനിയോട് ചോദിച്ചു 1 മാസമൊക്കെ 2 മാസമൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു വീട് കിട്ടി. ഈ വീട്ടിലേക്ക് വരുമ്പോഴാണെങ്കിൽ ഇതൊരു വാസയോഗ്യമല്ലാത്ത വീടായിരുന്നു. മീൻസ് ഇതിനകത്ത് സെപ്റ്റി ടാങ്ക് ഇല്ലായിരുന്നു, ക്ലോസറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ നമ്മൾക്ക് എന്താണോ ആവശ്യം, അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ പോലും ഇതിൽ നടന്നു പോകാത്തൊരു സിറ്റുവേഷനിലാണ് നമുക്ക് വീട് കിട്ടിയത്. ഇത് നമ്മൾ കാശ് ചെലവാക്കി തന്നെയാണ് മൊത്തം ചെയ്തത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ അകത്ത് വൈദ്യുതി ഇല്ല, അല്ലെങ്കിൽ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയാലേ ബാക്കി കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ വയറിങ് വരെ നടത്ത്, എന്നിട്ട് ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുവരെയൊക്കെ നമ്മൾ വയറിങ് നടത്തി അതിന്റെ ബില്ലും ഉണ്ട്, ബില്ലുകളെല്ലാം സൂക്ഷിച്ചോ ഞങ്ങൾ കമ്പനി കൊടുത്ത് പൈസ തരാമെന്ന് പറഞ്ഞവര് ഇന്ന് വരെ അതിന്റെ ഒരു നടപടിയും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, അവിടെ പോയിട്ട് നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പൊ തരാം, അല്ലെ ചെയ്തു തരാം, അല്ലെ പിന്നെ തരാം, ഇതല്ലാതെ അവരുടെ വേറെ ഒന്നും ഇല്ല. ഇപ്പൊ ചെയ്തു തരാം, ഇന്ന് ആള് വരും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇതേ ഞങ്ങൾ KCBയിൽ പോയി ചോദിച്ചപ്പോൾ കമ്പനിയുടെ പേരിലാണ് നമുക്ക് കറണ്ട് തരേണ്ടത്. കമ്പനിയുടെ പേരിൽ കറണ്ട് തരുമ്പോഴത്തേക്കും കമ്പനി ഒരു നോട്ടീസ് കൊടുക്കണം KCBക്ക്, ഞങ്ങൾ അടച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ ആ ഒരു പേപ്പർ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നേരെ KCB പോയി ഇത് കൊടുത്തിട്ട് കമ്പനിയുടെ പേരിൽ കറണ്ട് എടുക്കാം. ഇതേ ഞങ്ങളുടെ പേരിൽ കറണ്ട് എടുത്താൽ ഞങ്ങൾക്ക് വീടോ സ്ഥലമോ വസ്തുവോ ഒന്നുമില്ല. അപ്പൊ ഞങ്ങളുടെ പേരിൽ കറണ്ട് എടുത്താൽ നാളെ ഞങ്ങൾ മേടിക്കുമ്പോൾ അതിന് കറണ്ട് കിട്ടാതെയും വരും. ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പിന്നെ എസ്റ്റേറ്റ് ലയമായതിനാൽ കുടിശ്ശിക തീർത്ത് ഉടമ അപേക്ഷ നൽകിയാൽ മാത്രമേ KCBക്ക് കണക്ഷൻ നൽകാൻ സാധിക്കൂ എന്ന നിലപാടിലാണ് അധികൃതർ. എന്നാൽ വിഷയത്തിൽ ഉടൻ തന്നെ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് മാനേജ്മെന്റ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. ന്യൂസ് ബ്യൂറോ, പീരുമേട്.